ഇൻ്റർനെറ്റ് ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? എന്ത് ചോദ്യമാണല്ലേ. നമ്മൾ കാണുന്നത് പോലും ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ. അങ്ങനെയല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനെറ്റിലുണ്ട്. അത്തരം ചില വെബ്സൈറ്റുകളെക്കുറിച്ചും ലിങ്കുകളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഇൻ്റർനെറ്റ് ലോകത്തിൽ ഓരോ മണിക്കൂറിലും 10,000-കണക്കിന് വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അത്തരം വെബ്സൈറ്റുകളിൽ നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കാൻ സാധിക്കുന്ന ചില വെബ്സൈറ്റുകൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ അത്തരം ചില വെബ്സൈറ്റുകളിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അന്വേഷിച്ച് പോകാൻ തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് സ്വന്തം റിസ്കിൽ മാത്രം. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഏതാണ്ട് എന്നായിരിക്കും നമ്മൾ മരണപ്പെടുന്നത്? ഒരുപക്ഷെ നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു വിഷയമായിരിക്കും. ഒരുപാട് സ്വപ്നത്തോടുകൂടി ജീവിക്കുന്നവർ ഒരൽപ്പം ഭയത്തോടുകൂടി മാത്രം ചിന്തിക്കുന്ന ഒരു വിഷയം. ഇൻ്റർനെറ്റിൽ അത്തരം ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നമ്മൾ മരിക്കാൻ പോകുന്ന ദിവസം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ, ഡെത്ത് ക്ലോക്ക്, ഡെത്ത് ടൈമർ എന്നിങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ. പക്ഷേ ഒരൽപ്പം ഭയത്തോടുകൂടി മാത്രം ആളുകൾ കാണുന്ന ഒരു വെബ്സൈറ്റുണ്ട്, deathdate.info. കാണുമ്പോൾ ഒരു നരകം പോലെ നമുക്ക് തോന്നും. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് മാത്രമേ ആ ഒരു വെബ്സൈറ്റ് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഡെത്ത് ഡേറ്റ്. എപ്പോഴാണ് നിങ്ങളിലേക്ക് മരണമെത്തുന്നത്? വെബ്സൈറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ചോദ്യമാണ് കാണുക. അതോടൊപ്പം വെബ്സൈറ്റിൻ്റെ ലോഗോ ആയ ഒരു തലയോട്ടിയും കാണാം. ആദ്യം തന്നെ ഒരു ഫോമാണ് കാണാൻ കഴിയുക. അതിൽ മരണതീയതി അറിയേണ്ട ആളുടെ പേര് വിവരങ്ങൾ നൽകണം. ജനന തീയതി, ആണാണോ പെണ്ണാണോ, ഉയരം, ഭാരം തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ വരെ അതിൽ മെൻഷൻ ചെയ്യാം. ശേഷം കാൽക്കുലേറ്റ് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വലിയ സംഖ്യയും അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു കൗണ്ട് ഡൗൺ ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ജീവിക്കാനുള്ള സെക്കൻഡുകളാണ് അതിൽ കാണുന്നത്. അതിൽ രസകരമായ മറ്റൊരു മെനു കൂടി കാണാൻ സാധിക്കും, സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന മെനു. അതിൽ നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ഒരുപാട് പേരുകളും കാണാം സെലിബ്രിറ്റീസിൻ്റെ. അവരോട് ചേർന്ന ചില കൗണ്ട് ഡൗണുകളും. അത്തരം ചില സെലിബ്രിറ്റീസിൻ്റെയും മരണ തീയതി അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. റെഡിറ്റിലെ ചില പോസ്റ്റുകൾ പറയുന്ന അനുസരിച്ച് 80% ഇത്തരം പ്രഡിക്ഷൻസ് നടന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ മരണ തീയതി അന്വേഷിച്ച് വന്നവരിൽ പലരുടെയും മരണ തീയതി കൃത്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ടുകൂടിയാണത്രേ പല രാജ്യങ്ങളിലും ഈ ഒരു വെബ്സൈറ്റ് കിട്ടാത്തത് എന്ന്. നമ്മളൊക്കെ ലെതർ ഉപയോഗിക്കുന്നവരാണ്. പല മൃഗങ്ങളുടെയും തൊലിയിൽ നിന്നുമാണ് ലെതർ ഉണ്ടാക്കുന്നത് എന്നും നമുക്കറിയാം. എന്നാൽ മനുഷ്യൻ്റെ തൊലിയിൽ നിന്നും നിർമ്മിച്ച ബാഗുകളും ചെരുപ്പുകളും ഷൂസും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ താല്പര്യമുള്ള ചിലരുണ്ട്. കെട്ടുകഥയാണ് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, സംഗതി യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ്റെ തൊലിയിൽ നിന്നും ബാഗുകളും ഷൂസും ചെരുപ്പുകളും നിർമ്മിക്കുന്നു. അതൊരു വെബ്സൈറ്റിൽ ഷോക്കേസ് ചെയ്യുന്നു. അത് വാങ്ങി ഉപയോഗിക്കാൻ ആളുകളും വരുന്നു. urbanoutrage.com എന്നൊരു വെബ്സൈറ്റിലാണ് ഈ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ പോലും രക്തക്കറ പുരണ്ട ബാഗുകളും ചെരുപ്പുകളും കാണാം. അത്രയ്ക്ക് മനക്കട്ടിയുള്ളവരും നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അത് കാണുമ്പോൾ തോന്നുക. മനുഷ്യചർമ്മം തുന്നിക്കെട്ടിയ കോട്ടുകളും ജാക്കറ്റുകളും രക്തക്കറ പുരണ്ട ബെൽറ്റുകളും ബൂട്ടുകളുമെല്ലാം ഓൺലൈനിലൂടെ വാങ്ങാൻ തയ്യാറാണ്. ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ വിലാസത്തിലേക്ക് അവ വന്നെത്തുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങളുടെ ചർമ്മം കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ സമ്മാനമായി നൽകാനുള്ള ഓപ്ഷനും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഒരറപ്പോടുകൂടി അല്ലാതെ നമുക്കിത് കേൾക്കാൻ പോലും സാധിക്കില്ല. അതിന് കാരണം ഇപ്പുറത്ത് മനുഷ്യ ചർമ്മമായതുകൊണ്ടാണ്. അതേസമയം മുതലയുടെ ചർമ്മമോ അല്ലെങ്കിൽ മാനിൻ്റെ തോലോ ആയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ തോന്നുക പോലുമില്ല. അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമാണത്രേ ഈ ഒരു വെബ്സൈറ്റ് urbanoutrage.com. പെറ്റ എന്ന അമേരിക്കൻ മൃഗസംരക്ഷണ സംഘടന നടത്തുന്ന ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമാണ് ഈ ഒരു വെബ്സൈറ്റ്. അല്ലാതെ അവിടെ മനുഷ്യ ചർമ്മം കൊണ്ട് നിർമ്മിച്ച ബാഗുകളും ഷൂസും ഒന്നും വിൽക്കുന്നില്ല.
എന്നാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരിൽ ഇപ്പോഴും ചില ഇല്ലാ കഥകൾ പരക്കുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ? പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ CCTV ക്യാമറ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന്. അതിനിപ്പോൾ എന്താണ് കുഴപ്പം? എൻ്റെ പണം കൊണ്ട് എൻ്റെ വീട്ടിലും പുറത്തും ഞാൻ വെച്ചിട്ടുള്ള CCTV ക്യാമറ എന്നെ നിരീക്ഷിക്കുന്നത് നല്ലതല്ലേ? ഞാൻ മാത്രമല്ലേ അത് ശ്രദ്ധിക്കുന്നുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ പണം നൽകി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയുടെ ഫൂട്ടേജ് insecam.org എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഇപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഗതി സത്യമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള CCTV ക്യാമറകൾ ഹാക്ക് ചെയ്ത് അവർ അതിലെ ലൈവ് ഫൂട്ടേജ് ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഷെൽബി ഐവ് എന്ന സ്ത്രീ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിലൂടെയാണ് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ലോകമറിയുന്നത്. തൻ്റെ കുഞ്ഞിനോടൊപ്പം ഏതോ ഒരു ലൈവ് ക്യാമറ വെബ്സൈറ്റിലൂടെ പല നഗരങ്ങൾ കാണുന്നതിനിടയിലാണ് ആ ഒരു വെബ്സൈറ്റ് അവർ കണ്ടത്. എന്നാൽ ആ വെബ്സൈറ്റിലെ ലൈവ് ക്യാമറകളിൽ പല രാജ്യങ്ങളിലെയും വീടുകളിലെ പ്രൈവറ്റ് വീഡിയോകളായിരുന്നു ലൈവായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ടപാട് അവർ ചെയ്തത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക എന്നതായിരുന്നു. ആ പോസ്റ്റ് കണ്ട പലരും വെബ്സൈറ്റിലേക്ക് ചെന്ന് നോക്കി ചെന്നവരെല്ലാം ഞെട്ടിപ്പോവുകയായിരുന്നു. 73,000-ൽ കൂടുതൽ ക്യാമറകൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ് ആ ഒരു വെബ്സൈറ്റിൽ അവർ കണ്ടത്. അതിലും ഇന്ത്യ ഉൾപ്പെടെ 286 രാജ്യങ്ങളിൽ നിന്നും. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും ക്യാമറകൾ അവർ ഹാക്ക് ചെയ്യുന്നത്? അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം അവിടെ ഒരു ഹാക്കിംഗ് സംഭവിച്ചിട്ടില്ല എന്നതാണ്. അതായത് ഈ പറയുന്ന ക്യാമറകളെല്ലാം ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഇൻബിൽറ്റ് പാസ്വേഡ് ആയിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം CCTV ക്യാമറയുടെ പാസ്വേഡ് പോലും അധികം ആരും മാറ്റിയിരുന്നില്ല എന്നാണ്. എന്നിരുന്നാലും ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രൈവറ്റ് ക്യാമറ ഫുട്ടേജ് പബ്ലിക് ആക്കുന്നത് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പലരും മുൻപോട്ടേക്ക് വന്നിരുന്നു. അതിന് മറുപടിയായി ഇൻസെക്യാം പറഞ്ഞത് ഇതിനെ ഒരു ബോധവൽക്കരണമായി കണ്ടാൽ മതിയെന്നും നിങ്ങളുടെ ക്യാമറയുടെ പാസ്വേഡ് നിങ്ങൾ മാറ്റിയാൽ ഓട്ടോമാറ്റിക്കായി അത് ലൈവ് സ്ട്രീം ലിസ്റ്റിൽ നിന്നും മാറിപ്പോകും എന്നുമായിരുന്നു. ഇന്നും insecam.org എന്ന വെബ്സൈറ്റ് എടുത്തു നോക്കിയാൽ ആയിരക്കണക്കിന് ലൈവ് സ്ട്രീം CCTV ഫുട്ടേജസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലെ CCTV നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടാകും. ഇടയ്ക്കൊക്കെ ക്യാമറ പാസ്വേഡും വൈഫൈ പാസ്വേഡും ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഗൂഗിളിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതേ മുഖച്ഛായുള്ളതോ ആയ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഒരുപാട് പ്രൈവസി ചേഞ്ചസ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതൊക്കെ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നത് ഇന്ന് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള വിഷയം കൂടിയാണ്. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന വെബ്സൈറ്റിൽ നിങ്ങളൊരു മുഖം അപ്ലോഡ് ചെയ്താൽ ഇൻ്റർനെറ്റിൽ എവിടെയെങ്കിലും ആ മുഖമുണ്ടെങ്കിൽ ആ ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. അതുമാത്രമല്ല, ആ മുഖമുള്ളയാൾ എവിടെയെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. PimEyes.com എന്നൊരു വെബ്സൈറ്റിലാണ് ഇത് സാധിക്കുന്നത്. 2011 ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്ന ടെക്നോളജി ഗൂഗിൾ കൊണ്ടുവന്നിരുന്നുവെങ്കിലും അതിൻ്റെ ദൂഷ്യവശം മനസ്സിലാക്കി ഗൂഗിൾ അത് നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ PimEyes അത് വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കുന്നു. ദ മോസ്റ്റ് ഡിസ്റ്റർബിംഗ് വെബ്സൈറ്റ് എന്ന പേര് അത് നേടിയെടുക്കുകയും ചെയ്തു. മുഖങ്ങളുടെ ഒരു സെർച്ച് എഞ്ചിൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അതുമാത്രമല്ല, നിങ്ങൾ അന്വേഷിക്കുന്ന മുഖത്തിലൂടെ അത് ആരാണെന്നും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഏതൊക്കെയാണെന്നും അവരുടെ ഇൻ്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങളും ഈ വെബ്സൈറ്റിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിലെ ഡാറ്റാബേസിൽ ഏതാണ്ട് 900 മില്യണിൽ കൂടുതൽ മുഖങ്ങളുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് കൊള്ളാമല്ലോ എന്ന് കരുതുന്ന ചിലരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാകും. ഇത് തുടക്കത്തിലൊരു സൗജന്യ വെബ്സൈറ്റ് ആയിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു പെയ്ഡ് വെബ്സൈറ്റാണ്. മാസം ഒരു നിശ്ചിത തുക നൽകിയാൽ മാത്രം ആളുകളെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിലൂടെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. അടുത്തത് ഒരു വെബ്സൈറ്റ് അല്ല, അതൊരു ലിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. റെഡിറ്റിൻ്റെ സബ്റെഡിറ്റ് സെക്ഷൻ. റെഡിറ്റ് ഉപയോഗിക്കുന്നവർക്കറിയാം, സബ്റെഡിറ്റ് സെക്ഷനിൽ ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ. അത്തരത്തിലുള്ള ഒരു സബ്റെഡിറ്റ് സെക്ഷൻ ലിങ്ക് ആയിരുന്നു WPD.
എന്താണെന്നറിയാതെ ഒരുപാട് പേർ ആ ഒരു ലിങ്കിൽ കടന്നു ചെന്നതിന് ശേഷമാണ് അവർ തിരിച്ചറിഞ്ഞത് അതൊരിക്കലും ചെല്ലാൻ പാടില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. WPD, വാച്ച് പീപ്പിൾ ഡൈ. പേര് പോലെ തന്നെ ആളുകൾ മരണപ്പെടുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഒരു ഡിസ്കഷൻ. സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും പോലെയുള്ളതല്ല. ഒരു സാധാരണ മനുഷ്യന് സഹിക്കാൻ പോലും സാധിക്കാത്ത തരം വയലൻസ് നിറഞ്ഞ വീഡിയോകൾ. ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്ന അപകടങ്ങൾ, കുറ്റകൃത്യങ്ങൾ തുടങ്ങി കണ്ടാൽ തന്നെ ബോധം പോകുന്ന തരം വീഡിയോകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ലിങ്കിന് റെഡിറ്റിൻ്റെ വാണിംഗും ലഭിച്ചിരുന്നു. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നിമിഷ നേരം കൊണ്ട് ആ സബ്റെഡിറ്റ് സെക്ഷന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വന്നിരുന്നു എന്നതാണ്. പലരും ആ ലിങ്ക് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ ആളുകളിലേക്ക് കൂടുതൽ എത്താനായിരുന്നു സഹായിച്ചത്. 2019 ന്യൂസിലാൻഡിൽ ഒരു അപകടം സംഭവിച്ചിരുന്നു. അതിൻ്റെ വീഡിയോകൾ വളരെ ഡിസ്റ്റർബിംഗ് ആയിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ പരന്നിട്ടുമുണ്ടായിരുന്നു. ഫേസ്ബുക്ക് അടക്കമുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ആ വീഡിയോസ് റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് WPD സെക്ഷനിലേക്ക് ആ വീഡിയോ എത്തി. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂ ആയിരുന്നു ആ വീഡിയോ നേടിയത്. ആ വീഡിയോ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും അഡ്മിൻ കൂട്ടാക്കിയില്ല. റെഡിറ്റ് ഇടപെട്ട് ആ ഒരു വീഡിയോ സെൻസർ ചെയ്താൽ മാത്രമേ ആ വീഡിയോ റിമൂവ് ചെയ്യുകയുള്ളൂ എന്നായിരുന്നു അവർ മറുപടി പറഞ്ഞത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഒരുപാട് പേർ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് റെഡിറ്റ് WPD എന്ന സബ്റെഡിറ്റ് സെക്ഷൻ ബാൻ ചെയ്യുകയായിരുന്നു. ഇതൊരു സബ്റെഡിറ്റ് സെക്ഷൻ്റെ കഥ മാത്രമല്ല. ഇത്തരത്തിൽ ഒരുപാട് ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് വേണ്ടതല്ല എന്ന് തോന്നിയാൽ അവിടെ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം റെഡിറ്റ് WPD എന്ന് അന്വേഷിച്ച് പോകുന്നവർ ഒരുപാടായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ പല വീഡിയോകളും കണ്ട് മാനസിക നില തകർന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അതിലേക്ക് നിങ്ങൾ ചെന്നെത്തിയാൽ അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വരായികൾക്ക് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് തിരിച്ചറിയുക. ടെക്നോളജി ഓരോ ദിവസവും പടർന്ന് പന്തലിക്കുകയാണ് എന്ന് നമുക്കറിയാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ മണിക്കൂറിലും 10,000-കണക്കിന് വെബ്സൈറ്റുകളാണ് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അതിൽ ചിലത് ഒരിക്കൽ കടന്നു ചെന്നാൽ പിന്നീട് തിരിച്ചു വരവില്ലാത്ത ചിലതാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ടൂൾ മാത്രമായി കാണുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.